നമസ്കാരം. ഇംഗ്ലീഷ് ഫോർ കരിയറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ആൻസേഴ്സ്, അതിൻ്റെ അകത്തെ ആൻസേഴ്സ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽക്കം. ആദ്യം നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. 80 മാർക്കിൻ്റെ ചോദ്യമാണ്. 3 മണിക്കൂറാണ് പരീക്ഷ എഴുതാൻ നമുക്ക് കിട്ടുക. അതിൽ 4 ചോദ്യങ്ങളാണ് മെയിനായിട്ടുള്ളത്, ഇല്ലേ? പിന്നെ ആ ചോദ്യങ്ങളുടെ പിന്നെ സബ് ചോദ്യങ്ങളുണ്ടാവും, സബ് ക്വസ്റ്റ്യൻസ് വിളിതേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ചോദ്യങ്ങൾ 1 മാർക്ക് വെച്ചിട്ട് 10 മാർക്ക്. അത് എല്ലാ ചോദ്യവും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എനി 8 എന്നാണ് പറയുക. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 8 ചോദ്യങ്ങൾ നമ്മൾ എടുത്തെഴുതണം. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ 6 ചോദ്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 9 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ 6 എണ്ണം അറ്റംപ്റ്റ് ചെയ്യണം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനൊരു കാര്യം പറയാൻ കാര്യം തന്നെ ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ എനി 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ആണ് പറയുക. അപ്പോൾ അതിൻ്റെ അകത്ത് 2 ഗ്രൂപ്പിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഗ്രൂപ്പ് എയിൽ 2 ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് ബിയിൽ 2 ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എനി 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് എയിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം നമ്മൾ എഴുതണം, മാൻഡേറ്ററി ആണ്. ഗ്രൂപ്പ് ബിയിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം എഴുതണം, മാൻഡേറ്ററി ആണ്. അപ്പോൾ അങ്ങനെയാണ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് എയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് അയ്യോ എല്ലാം ആയെന്ന് പറഞ്ഞിരിക്കരുത്. ഗ്രൂപ്പ് എയിൽ നിന്നൊരു ചോദ്യം, ഗ്രൂപ്പ് ബിയിൽ നിന്നൊരു ചോദ്യം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എപ്പോഴും മിക്കവാറും പിള്ളേർ പ്രശ്നം പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ വിൽ ഡിസ്കസ് ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ആൻസേഴ്സ് മാത്രമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓൾ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. പിന്നെ ബ്രാക്കറ്റിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ് നെസസിറ്റി. അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നെസസിറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് NECESSITY അല്ലേ? ദാറ്റ് ഇസ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ വേർഡ് ദാറ്റ് ഇസ് ദ ആന്റണിം ഓഫ് റിയലിസ്റ്റിക്. റിയലിസ്റ്റിക് എന്ന വാക്കിൻ്റെ ആന്റണിം എന്താണ്? അൺറിയലിസ്റ്റിക് ആകാം, ഉട്ടോപ്പിയൻ ആകാം. യു ക്യാൻ റൈറ്റ് എനി ആന്റണിം. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് another വേർഡ് ഫോർ ബയോഡാറ്റ. ബയോഡാറ്റയുടെ അനദർ വേർഡ് കരിക്കുലം വിറ്റേ ആകാം, റെസ്യൂമേ ആകാം, ഇനി അതർ വേർഡ്. കണ്ടോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം വൊക്കാബുലറിയിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ഡാഷ് ഇസ് എ നൗൺ ഫോം ഓഫ് എക്സാമിൻ. എക്സാമിൻ എന്ന വാക്കിൻ്റെ എന്ന വേർബാണ് അത്, എക്സാമിൻ ചെയ്യുക. അതിൻ്റെ നൗൺ ഫോം എക്സാമിനേഷൻ. നൗ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഡിഡ് വിദ്യ ന്യൂ ദാറ്റ് ദ റിസൾട്ട്സ് ആർ ഔട്ട്. അത് കറക്റ്റ് സെൻറ്റൻസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഡിഡ് വന്നുകൊണ്ട് ഡിഡ് വിദ്യ നോ എന്നാണ് നമ്മൾ പറയുക, ഇല്ലേ? യു നോ ഇറ്റ്, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. ഇനി സിക്സ് ക്വസ്റ്റ്യൻ ദേ ഡാഷ് ഇൻ ദിസ് ടൗൺ ഫോർ ദ പാസ്റ്റ് 6 years. യൂസ് ദ കറക്റ്റ് ടെൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ they have been living in this town for the past 6 years. Present perfect continuous tense ആണ് അവിടെ വരിക. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ am and I old enough to drive the car. അണ്ടർലൈൻ ദ എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറർ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ am and I നമ്മൾ സാധാരണ am and I are and I എന്നാണ് ഇപ്പോൾ പറയുക, അല്ലേ? അതുകൊണ്ട് am and I അവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, now ninth question she will come by eighth question and dash is a person who designs buildings and houses, an architect. Okay, now ninth question she will come by the Chennai mail. Complete the question tag ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. won't she, right? You know. 10th question he is a person whom we all respect and admire എന്നതിന് പകരമാണ് നമ്മൾ അവിടെ ഒരു ഫ്രേസൽ വേർബ് ഉപയോഗിക്കേണ്ടത്. എന്താണ്? റെസ്പെക്ട് ആൻഡ് അഡ്മയറിന് പകരം വെക്കാവുന്ന ലുക്ക് ഫോർ ആണോ, ലുക്ക് അറ്റ് ആണോ, ലുക്ക് അപ്പ് ടു ആണോ, ലുക്ക് ഡൗൺ അറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലുക്ക് അപ്പ് ടു. ഓക്കെ, ലുക്ക് അപ്പ് ടു ഈസ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് അടുക്കാണ്. റോമൻ നമ്പർ 2 ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ ആൻസർ എനി 8 ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. 11th ക്വസ്റ്റ്യൻ പ്രൊവൈഡ് 1 word substitutes for any 2 of the phrases. അതിൻ്റെ അകത്ത് തന്നെ രണ്ടിൽ കാരണം ഒത്തിരി ചോയ്സ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എനി 2 of the phrases എന്ന് പറഞ്ഞ് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വിച്ച് കനോട്ട് ബി ഇറേസ്ഡ് ഓർ റിമൂവ്ഡ്. അതിൻ്റെ പകരം വെക്കാവുന്ന വാക്ക് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ വാക്ക് ഇൻഡെലിബിൾ. ഇൻഡെലിബിൾ, INDELIBLE, ഇൻഡെലിബിൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ്. ഇറ്റ് ഇസ് കൺസർവേഷൻ. ചിൽഡ്രൻസ് ഡോക്ടർ, പീഡിയാട്രീഷ്യൻ. ലാസ്റ്റ് വൺ ദ സ്റ്റോറി ഓഫ് യുവർ ലൈഫ് റിട്ടൺ ബൈ യു, ഓട്ടോബയോഗ്രഫി. സിമ്പിൾ ആണ്, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th question give the antonyms of 2 of the following words. 3 കൊടുത്തിട്ട് 2 എഴുതിയാൽ മതി. ആന്റണിംസ് ആണ് കൊടുക്കണ്ടേ. ഫസ്റ്റ് വൺ ഡിഫിഡൻസ്. ഡിഫിഡൻസിൻ്റെ ആന്റണിം കോൺഫിഡൻസ്. റഫ്, സെക്കൻഡ് വൺ റഫ് ആണ്. റഫിൻ്റെ ആന്റണിം സ്മൂത്ത്. നൗ തേർഡ് വൺ പ്രൊഫഷണൽ. പ്രൊഫഷണലിൻ്റെ ആന്റണിം amateur. So that is question number 12. Now we move on to question number 13. Make sentences of your own with any 2 of the following phrasal verbs. 4 phrasal verbs തന്നിട്ട് ഏതെങ്കിലും 2 എണ്ണം വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കണം. ഫസ്റ്റ് വൺ ലുക്ക് ഡൗൺ അപ്പോൺ.
പുച്ഛിക്കുക എന്നർത്ഥം വരുന്ന ലുക്ക് ഡൗൺ അപ്പോൺ അല്ലേ. വി ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദ പുവർ. Then second one is make away with. കളയുക എന്ന മീനിങ് വരുന്നതാണ്. make away with. The thieves or the robbers made away with the jewelry എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാ. ഇനി നെക്സ്റ്റ് വൺ go ahead with. go ahead with എല്ലാവർക്കും അറിയാം അല്ലേ. The principal gave us permission to go ahead with the project എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മുന്നോട്ട് പോകാനുള്ള സമ്മതം തരും. പിന്നെ D is do away with. do away with. We should do away with plastic. ഒഴിവാക്കണം അതല്ലേ. do away with plastic. Okay, that is those are the sentences that we can make out of these phrasal verbs. Now question number 14. Choose the appropriate option from those given in the brackets. താഴെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എടുക്കുക. First question, it took some time for the new coach to dash at the first team meeting. First team meetingsൽ കുറച്ച് സമയം എടുത്തു കോച്ചിന് to what? break out ആണോ break the ice ആണോ? You know it is break the ice, breaking the ice session എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. Yes. Now B, second question, the magnificent dance show had the touch of a professional dash. കോർഡിനേറ്റർ ആണോ കൊറിയോഗ്രാഫർ ആണോ? എവ്രിവൺ നോസ് ഇറ്റ്സ് കൊറിയോഗ്രാഫർ, ഡാൻസ് കൊറിയോഗ്രാഫർ അല്ലേ. സലിംകുമാറിനൊക്കെ നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് 15th question, fill in the blanks using a collective noun from those given below. ഗ്രൂപ്പ്, പ്രൈഡ്, ക്രൗഡ്, ബഞ്ച്, ക്ലച്ച് ഇതൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, I gave her a dash of pink roses on her birthday. Bunch of pink roses ആണ് നമ്മൾ കൊടുക്കുക. ബഞ്ച് അല്ലേ, bunch of keys, bunch of bananas. Yes. Now B, second question, we were lucky to see a dash of lions during the safari. Dash of lions, pride of lions അല്ലേ. elephants ആണെങ്കിൽ herd of elephants. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് കളക്റ്റീവ് നൗൺസ് ഒന്ന് നോക്കി വെക്കണം. ഇനി 16th question, fill in the blanks using the suitable degree of adjective given in the brackets. ബ്രാക്കറ്റ് അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൂട്ടബിൾ ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദിസ് ഇസ് എ ഡാഷ് ബിൽഡിംഗ് ഇൻ ആ ടൗണിലെ ഡാഷ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ ടോളാണ് കൊടുത്തിരിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇറ്റ് ഇസ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരിക്കും അല്ലേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, ഐ തിങ്ക് ഹിസ് ബ്രദർ ഈസ് ഡാഷ് ദാൻ ഹിം. ബ്രാക്കറ്റിൽ ഇൻ്റലിജൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റലിജൻറ്റർ നമ്മൾ എന്ത് പറയത്തില്ല, ഇൻ്റലിജൻറ്റസ് എന്ന് പറയത്തില്ല, ഇറ്റ് ഇസ് മോർ ഇൻ്റലിജൻറ്റ് എന്നേ പറയത്തുള്ളൂ അല്ലേ. ഹി ഈസ് മോർ ഇൻ്റലിജൻറ്റ് ദാൻ ഹിം. നൗ ദാറ്റ് അപ്പോൾ വി കം ടു ദ എൻഡ് ഓഫ് 16th question. Now 17th question നോക്കിയേ. നെസസറി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നെസസറി എന്നല്ല നമ്മൾ പറയുക, നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ. നൗ ബി, മൈ കസിൻസ് എൻഗേജിങ് സെറമണി വാസ് ഹെൽഡ് ലാസ്റ്റ് സൺഡേ. എൻഗേജിങ് സെറമണി അല്ല, എൻഗേജ്മെൻറ്റ് സെറമണിയാണ്. ഇനി 18th question നോക്കുക. എ, അവർ ടീം were the runner ups in the inter college tennis tournament. റണ്ണർ അപ്സ് എന്ന് നമ്മൾ പറയത്തില്ല, റണ്ണേഴ്സ് അപ്പ് എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. സോ റണ്ണേഴ്സ് അപ്പ് ആണ്. നൗ ബി, ദിസ് ആർട്ട് വർക്ക് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാസസ്. ഗ്ലാസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ഇല്ലേ, നമ്മൾ വിൻഡോ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്. അപ്പോൾ ദിസ് ആർട്ട് വർക്ക് ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് എന്നല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്ലാസ് എന്നാണ് പറയുക. ഓക്കെ, സോ ദെൻ വി കം ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 19. ദ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് വർ ബിസി റൈറ്റിംഗ് വൺ അതേഴ്സ് ഓട്ടോഗ്രാഫ്. സ്പെല്ലിംഗ് ആണ് അവിടെ തെറ്റ്. ഓട്ടോഗ്രാഫിൻ്റെ സ്പെല്ലിംഗ് AUTO ഇല്ലേ. പിന്നെ ബി നോക്കുക, വി ഷുഡ് പ്ലാൻ മോർ ട്രീസ് ടു പ്രിവെൻറ്റ് എൻവയൺമെൻറ്റൽ ഡീഗ്രേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ് സ്പെല്ലിംഗ്, ഡീഗ്രഡേഷൻ എന്നാണ് ഇല്ലേ. ഡീഗ്രഡേഷൻ. ഓക്കെ, നൗ വി കം ടു ക്വസ്റ്റ്യൻ നമ്പർ 20. Fill in the blanks with suitable words from those given in the brackets. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. Raman was a voracious reader and poured dash over, eagerly over അല്ലേ, eagerly over all the books in his father's dash collection, among which were dash writings of great scientists, original writings of great scientists. So that is question number 20. Now question number 21 ഉം 22. Read the paragraphs and answer the questions given below. Reading comprehension questions ആണ്. അത് നിങ്ങൾ വായിച്ചിട്ട് we have discussed a lot about reading comprehension questions അല്ലേ. അപ്പോൾ അത് I think question number 22 നമ്മുടെ ക്ലാസ് ചെയ്തതുമാണ്. So I don't think there is further discussion necessary. Okay, അങ്ങനെ റോമൻ ന്യൂമറിക്കൽസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു, മേജർ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇനി 6 ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 questions ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 23rd question നമ്മളിപ്പോൾ നോക്കാൻ പോകണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഹാഡ് ആസ്ക്ഡ് യു ടു ഡാഷ് യുവർ ആൻസേഴ്സ്, ഹാഡൻറ്റ് ഹി? അപ്പോൾ മെയിൽ ഹിം ആണോ മെയിൽ ടു ഹിം ആണോ? ഇറ്റ് ഇസ് മെയിൽ ഹിം ദ ആൻസർ ഇല്ലേ. ഓക്കെ, നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, ദ മാനേജർ ഡാഷ് ഓൾ ദ ക്ലെയിംസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ഡിസ്മിസ്ഡ് ഹിം. റെപ്യൂട്ടഡ് ആണോ റെഫ്യൂട്ടഡ് ആണോ? റെഫ്യൂട്ടഡ് ആണ്. റെഫ്യൂട്ടഡ് ഓൾ ദ ക്ലെയിംസ് ഓഫ് ദ എംപ്ലോയി എന്നാണ് പറഞ്ഞത് അല്ലേ. സി, ഡാഷ് പ്രൈസസ് കോസ് ഹാർഡ്ഷിപ്പ് ടു ദ പുവർ. എസ്കലേറ്റിംഗ് ആണോ എക്സൈറ്റിംഗ് ആണോ? എസ്കലേറ്റിംഗ് പ്രൈസസ് ആണ്. എസ്കലേറ്റിംഗ് പ്രൈസസ്. ഓക്കെ. ഡി, ഐ ലൈക്ക് ആഷ്ലി അ ലോട്ട്.
ഷീ ഈസ് എ വെരി ഡാഷ് പേഴ്സൺ. ഡിനൈയിങ് പേഴ്സൺ ആണോ ഡൈനാമിക് പേഴ്സൺ ആണോ? ഡൈനാമിക് പേഴ്സൺ ആണ്. ഓക്കെ. Okay, question number 24. Fill in the blanks with suitable phrases from those given in brackets. ബ്രാക്കറ്റ്സിൽ ഫ്രേസൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ fill in the blanks ചെയ്യണം. First question. I suppose the headmaster himself will dash the matter now. Will look into the matter now. B. In spite of our best efforts, my mother dash our plans for a surprise party. My mother എന്താണ് got wind of. Got wind of the surprise party. C. If you don't know the meaning of the word, why don't you dash the dictionary? Why don't you look up the dictionary? Okay. Now D. Surprisingly, very few guests dash for the wedding. Very few guests turned up for the wedding. Okay. That is question number 24. Now we move on to question number 25. Correct the errors in any 4 of the following sentences. കണ്ടോ ഏതെങ്കിലും 4 എണ്ണം ചെയ്താൽ മതിയേ. First question. A. The number of unemployed youngsters are increasing every year. The number of unemployed youngsters is increasing. സംഖ്യ increase ചെയ്യുന്നല്ലേ പറയുന്നത്. Unemployed youngsters അല്ല സംഖ്യ. അപ്പോൾ is increasing every year. B. The teacher and her students is planning a study tour before the exam. And her students, ടീച്ചറും സ്റ്റുഡൻസും രണ്ടുപേരും കൂടെ വരുമ്പോൾ അവിടെ പ്ലൂറൽ ഇല്ലേ ആർ പ്ലാനിങ് എന്ന് നമ്മൾ പറയുക. ആർ പ്ലാനിങ് എ സ്റ്റഡി ടൂർ. Now third question. All the gold were recovered from the shop assistant's bank locker. All the gold was recovered ആണ്. ഗോൾഡ് നമ്മൾ സിംഗിൾ പിന്നെ ഇതായിട്ടല്ലേ പറയുക was recovered. Now D. The French is known for their fashion and style. Their fashion അവരുടെ. അപ്പോൾ ഫ്രഞ്ച് പീപ്പിൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് are known for their fashion and style. E. Mount Everest is tallest mountain in the peak. Tallest mountain peak in the world. Mount Everest is the tallest mountain peak in the world. Okay. Now we move on to question number 26. Correct the error in the section in italics in any 4 of the following sentences. ഏതെങ്കിലും 4. First question. How a pity that you couldn't come for the party. How a pity നമ്മൾ പറയത്തില്ല. What a pity എന്നേ പറയത്തുള്ളൂ. What a pity. Now B. Such tall the children have grown. How tall the children have grown നമ്മൾ പറയുക ഇല്ലേ. പിന്നെ C. So well that dress suits you. How well that dress suits you ഇല്ലേ നമ്മൾ പറയുക. How well that dress suits you. Now so beautiful day it is today. Next one. So beautiful day it is today. Shall we go for a walk? What beautiful day it is today നമ്മൾ പറയുക ഇല്ലേ. പിന്നെ E. How good ideas she gave us for the program. What good ideas she gave us for the program. Okay. Now 27th question. Fill in the blanks with suitable pronouns from those given in brackets. ഒരു കോൺവെർസേഷൻ ആണ് എയും ബിയും തമ്മിലുള്ള കോൺവെർസേഷൻ. A. Is this our hotel? B. Yes, I think dash is. It is. I think it is. Come. Let us all get out of the car. Us ആണ് അവിടെ വേണ്ടേ. See that all of us take our bags. Now പിന്നെ എയുടെ കോൺവെർസേഷൻ. Where is my red bag? I have all our അല്ലെങ്കിൽ my ആണെങ്കിലും കുഴപ്പമില്ല. Our booking tickets in that bag. B അപ്പോൾ ഉത്തരം പറയുന്നത് here it is. It was under my seat അല്ലെങ്കിൽ her seat ഏതെങ്കിലും വരാം. Okay, so that is question number 27. Now we move on to question number 28. Correct the error in the sections in italics. First question A. Dr. Shreya thinks his condition is more bad than it was yesterday. Is more bad അല്ല, is worse than it was yesterday എന്ന് നമ്മൾ പറയാം അല്ലേ. Is worse. Now B. Please do the experiment as careful as you can അല്ല, as carefully as you can. Okay. Now C. These calculations are most difficult that we have done so far. Are the most difficult. I over determiner the varna ille. Now next question D. No other princess in Troy was so beautiful as Helen. Was as beautiful as Helen. In question number 29. Fill in the blanks with suitable words from those given in brackets. കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാസേജ് തന്നിരിക്കുന്നത് അതിൽ ഫിൽ ചെയ്യണം. I managed to be on the list of dash candidates. എന്താണ് ഇവിടെ പറയേണ്ടത്? I managed to be on the list of selected candidates. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് selected അല്ലേ. But the admission to this dash institution, prestigious institution, was an expensive affair. Around 1,000 rupees was required ഇല്ലേ. And my father could not spare that much money. Okay. At that time, my sister Suhara stood by me എന്താണ് mortgaging her gold bangles and chain. I was deeply touched by her determination to see me educated and by her
ഫെയ്ത്ത് ഇൻ മൈ എബിലിറ്റീസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് അത് ക്വസ്റ്റ്യൻ നമ്പർ 29 ആയി. ഇനി അടുത്തത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ആണ്, 30ാമത്തെ. അത് ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ്. 30ഉം 31ഉം കോംപ്രിഹെൻഷൻ പാസേജസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് 4th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4, ആൻസർ 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചൂസിങ് 1 ഫ്രം ഈച്ച് ഗ്രൂപ്പ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പ് എയിൽ നിന്ന് 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പ് ബിയിൽ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പ് എയിൽ നിന്നും നിങ്ങൾ ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യണം, ഗ്രൂപ്പ് ബിയിൽ നിന്നും ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യണം. അത് കൂടുതലും പിന്നെ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസ് ആണ്. അപ്പോൾ അതിൽ കൂടുതൽ ഡിസ്കഷൻ വേണ്ടാന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് മീ. ഓക്കെ, താങ്ക് യു സോ മച്ച്.